بن عباس عن ابن سهل الساعدي رضي الله عنه قال جاء رجل إلى النبي صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ വന്നു. ഫഖാൽ എന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ദുല്ലനി അലാ അമലിൻ ഇദാ അമിൽതുഹു അഹബ്ബനി അല്ലാഹു വഅഹബ്ബനി അന്നാസ്. എനിക്കൊരു അമൽ ചെയ്യണം, അത് ചെയ്താൽ അല്ലാഹുവും എന്നെ ഇഷ്ടപ്പെടും, ജനങ്ങളും എന്നെ ഇഷ്ടപ്പെടും. അങ്ങനെയുള്ള ഒരു അമൽ അതൊന്ന് പറഞ്ഞു തരുന്നു നബിയേ എന്ന് ഒരു മനുഷ്യൻ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇസ്ഹദ് ഫി ദുനിയ യുഹിബ്ബക അല്ലാഹ് വസ്ഹദ് ഫീമാ ഇൻദന്നാസ് യുഹിബ്ബക അന്നാസ്. നീ ഈ ഭൗതികമായ ലോകത്തിൽ വിരക്തി കാണിക്കുക, പരിത്യാഗിയായി നീ ജീവിക്കുക, എല്ലാം എനിക്ക് കിട്ടണം, എല്ലാം നേടണം എന്ന ഭാവത്തോടെ ദുനിയാവിന്റെ പിന്നാലെ അങ്ങനെ പോകരുത്. അങ്ങനെ നീ ജീവിച്ചാൽ അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ജനങ്ങളിൽ നിന്ന് വല്ലതും ലഭിക്കണം എന്ന് ആഗ്രഹിക്കാതെ നീ ജീവിച്ചാൽ ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണമാണ് സുഹ്ദ് എന്ന് പറയുന്നത്. സുഹ്ദ് എന്ന് പറഞ്ഞാൽ ഭൗതികമായ ജീവിതത്തിൽ അമിതമായ താല്പര്യമില്ലാതെ ജീവിക്കുക എന്നതാണ്. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മൾ നേടിയെടുക്കണം, എന്നാൽ ദുനിയാവ് ദുനിയാവ് എന്ന ചിന്ത മാത്രമാകരുത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, ഇന്നക ലം തനൽ അമലൽ ആഖിറതി ബിശൈഇൻ അഫ്ളല മിന അസ്ഹദി ഫി ദുനിയ. ആഖിറത്തിലേക്ക് നീ ചെയ്യുന്ന അമലിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സുഹൃതാണ്, അതിനേക്കാൾ വലിയ ഒരു അമൽ നീ ചെയ്തിട്ടില്ല. ഒരിക്കൽ മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഒരു വലിയ മാംസ കഷ്ണവുമായി തോളിലേറ്റി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചാരി നടന്നു പോവുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ ചോദിച്ചു, മഹാദാ യാ ജാബിർ, ജാബിർ എന്താ എന്റെ കയ്യിൽ? അവിടെ നിന്ന് പറഞ്ഞു, ഹാദാ ലഹ്മുൻ ഇസ്തറൈതുഹു ഇസ്തഹൈതുഹു, ഞാനിത് ആഗ്രഹിച്ച് കൊതിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞു. നമ്മളൊക്കെ അങ്ങനെ പറയാറുണ്ടല്ലോ, വാഹനം എടുത്താൽ ഇത് എന്റെ സ്വപ്ന വാഹനമായിരുന്നു, എന്റെ സ്വപ്ന വീടായിരുന്നു, ഞാൻ എത്രയോ കാലം ആഗ്രഹിച്ച് വാങ്ങിയതാണ് എന്നൊക്കെ പറയുള്ളൂ. ആ വിധത്തിൽ മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, അവ കുല്ല മുസ്തഹൈത ശൈഅൻ ഇസ്തറൈത, നീ ആഗ്രഹിക്കുന്ന എല്ലാം വാങ്ങിക്കൂട്ടുകയാണ്. നിനക്ക് അറിയുമോ മാ തഖ്ശ അൻ തകൂന മിൻ അഹ്ലി ഹാദിഹിൽ ആയ, നീ ഭയപ്പെടേണ്ടത് ഒരു ആയത്ത് ഓതിയിട്ട് പറഞ്ഞു, ആയത്തിന്റെ തഹത്തിൽ നീ പെടുമോ എന്ന് നീ ഭയന്നു പോകണം എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആയത്ത് ഇതാണ്, വയൗമ യുഅറദുൽ ലദീന കഫറൂ അലൻ നാരി അദ്ഹബതും ത്വയ്യിബാതികും ഫീ ഹയാതികും അദ്ദുനിയ വസ്തംതഅതും ബിഹാ. നാളെ ആഖിറത്തിൽ പരാജിതരായ ആളുകൾ നരകത്തിലേക്ക് എറിയപ്പെടുന്ന അവസരത്തിൽ ആ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ ഇങ്ങനെ വിളിച്ചു പറയുന്ന ചില വർത്തമാനങ്ങൾ അവിടെ നിന്ന് പറയാണ്, അദ്ഹബതും ത്വയ്യിബാതികും ഫീ ഹയാതികും അദ്ദുനിയ വസ്തംതഅതും ബിഹാ. നിങ്ങൾക്ക് കിട്ടിയ നല്ല കാര്യങ്ങളെ ഒക്കെ നിങ്ങൾ പോക്കിക്കളയുകയും നിങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ നല്ല കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ കൂടുതൽ ആർമാദിച്ച് ജീവിക്കുകയും ചെയ്യുകയായിരുന്നല്ലോ, അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ എത്താൻ കാരണമെന്ന് പറയുന്ന ആയത്തോതിയിട്ട് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനോട് പറയാം, ഈ ആയത്തൊന്നും നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അപ്പൊ ദുനിയാവ് വാങ്ങിക്കൂട്ടണം, വാരിക്കൂട്ടണം, എല്ലാം എല്ലാം ഒരു പുതിയത് ഇറങ്ങുമ്പോഴേക്ക് അത് സ്വന്തമാക്കണം എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ആവശ്യത്തിനും അത്യാവശ്യത്തിനും ഒക്കെ നമുക്ക് സാധനങ്ങൾ വാങ്ങാം, ആഗ്രഹത്തിനും വാങ്ങാം, പക്ഷെ ആഗ്രഹങ്ങൾ മുഴുവൻ നടപ്പിലാക്കാൻ വേണ്ടി ജീവിക്കുന്നവരാവാൻ പാടില്ല എന്നർത്ഥം. ഭൗതികമായ താല്പര്യങ്ങളിൽ നിന്ന് കുറച്ച് വിരക്തി നമുക്ക് വേണം. ഒരു മൊബൈൽ ഇറങ്ങി, ആപ്പിളിന്റെ മൊബൈലാണ്, 60 Pro Max ആണ്, പിന്നെ അത് വാങ്ങി, ആവശ്യമുണ്ടായിരുന്നു, അത്യാവശ്യമൊന്നുമില്ല, ആവശ്യമുണ്ടെങ്കിലും വാങ്ങും. പിന്നെ അതിന്റെ ഒരു പുതിയ വേർഷൻ അടുത്ത മാസം തന്നെ ഇറങ്ങുമ്പോഴേക്ക് അത് കൊടുത്തിട്ട് പിന്നെ അതാണ് എന്ന ചിന്ത ഉണ്ടാവാൻ പാടില്ല എന്നർത്ഥം. നമ്മുടെ ഭൗതികമായ കാര്യങ്ങളിൽ സുഹൃത്ത് നമ്മുടെ ജീവിതത്തിൽ വേണം. അത് അല്ലാഹു ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണമാണ്. അല്ലാഹു തആല നമുക്ക് സുഹൃത്ത് നൽകുമാറാവട്ടെ. പടച്ചറപ്പ് പൊരുത്തപ്പെട്ട വിധത്തിലുള്ള ജീവിതം അല്ലാഹു നമുക്ക് സ്വായത്തമാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു അഫ്വ് ചെയ്യട്ടെ. നമ്മുടെ ജീവിതം അല്ലാഹു സാർത്ഥകമാക്കി തരുമാറാവട്ടെ. അല്ലാഹുവേ,
നിങ്ങളെ പറഞ്ഞു കേട്ടതിന്റെ മിഥില തവാബ് നമ്മൾ മറഞ്ഞ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ബന്ധുമിത്രാദികളുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഖബർ വിശാലമാക്കണേ റഹ്മാനെ. അവരിൽ ജീവിച്ചിരിക്കുന്നവർക്കും ഞങ്ങൾക്കും ദീർഘായുഷ്യം നൽകണേ അല്ലാഹ്. പടച്ചോനെ, ഇന്ന് സുബ്ഹ് ജമാഅത്തിനെത്തിയ മുഅ്മിനീങ്ങൾക്ക് നീ ഖൈർ നൽകണേ അല്ലാഹ്. ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. എല്ലാവിധ ഉയർച്ചയും നൽകണേ അല്ലാഹ്. നിങ്ങൾ ബന്ധപ്പെടുന്ന മേഖലകൾ, ബിസിനസ്സുകൾ, നിങ്ങളുടെ ജോലികൾ എല്ലാറ്റിലും ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. എല്ലാ തടസ്സങ്ങളും നീക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് ഒരുപാട് ഖൈറായ പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കാവാനും തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള കരുത്ത് നൽകണേ അല്ലാഹ്. പടച്ചോനെ, അല്ലാഹുവേ, ഇന്ന് ഞങ്ങളെ ഖദറുകളായി വല്ല വിപത്തും നീ വിധിച്ചുവെങ്കിൽ ഞങ്ങളെ ദുആ സ്വീകരിച്ചത് തട്ടിക്കളയണേ അല്ലാഹ്. ഹിഫ്ദുൽ ഹിമായത്ത് നൽകണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നീ കാവലേകണേ റഹ്മാൻ. മരിക്കുമ്പോൾ ഈമാൻ സലാമത്താക്കി തരണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. സ്വല്ലല്ലാഹു തആല വസല്ലം അലാ